സർക്കാർ ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കാനും മരുന്ന് നൽകാനും താൽക്കാലിക നഴ്സുമാർ മാത്രം. മരത്തിന്റെ വേരിറങ്ങി അപകടത്തിലായ പൂപ്പലും പായലും പിടിച്ച ലേബറും. പെട്ടെന്ന് തൂലികയെടുത്ത് എഴുതരുത്, കേരളത്തിലല്ല. അങ്ങനെ ഒരു ആശുപത്രിയെക്കുറിച്ച് മലയാളികൾക്ക് സങ്കല്പിക്കാൻ കഴിയും. സങ്കല്പമല്ല, ബീഹാറിലെ ആശുപത്രികളുടെ നേർചിത്രമാണിത്. ബീഹാറിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. ഇങ്ങനെയുമുണ്ട് ചില ആശുപത്രികൾ. ബീഹാറിലെ സിർസി എന്ന ഗ്രാമത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി ഗ്രാമങ്ങൾ, നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ ഡോക്ടർ പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടറുടെ പോസ്റ്റ് തന്നെ ഇല്ല. ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതൊക്കെ സീനിയർ നഴ്സാണത്രേ. ഒപ്പം ഇവിടെ പ്രസവം നടക്കുന്നുണ്ട്. नॉर्मल डिलीवरी ആണെങ്കിൽ അതും നടത്തുന്നത് നഴ്സുമാർ തന്നെയാണെന്ന് പറയുന്നു. क्या होता है डॉक्टर वगैरह कुछ नहीं है यहाँ पे? जो डॉक्टर का कोई सुविधा नहीं है. बाकी जो सिर्फ एक नर्स है, नॉर्मल डिलीवरी होता है. बाकी यहाँ जो दवाई का सुविधा है जो मिलना चाहिए पब्लिक को, यहाँ के लिए नहीं मिल पाता है. ഈ ആശുപത്രിയിലെ ലേബർ റൂമാണ് ഈ കാണുന്നത്. ഇതിനെ തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ നിന്ന് മേൽക്കൂരയുടെ ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഇതിന്റെ ഒരു ചുവരിപ്പ് പൊട്ടി വീഴാൻ നിൽക്കുന്ന രൂപത്തിലാണ് ഒരു ഭാഗമുള്ളത്. പായൽ പിടിച്ച് മറ്റു മരങ്ങളുടെയൊക്കെ വേരിറങ്ങി നിൽക്കുന്നതാണ് ഇവിടെ കാണുന്ന കാഴ്ച. സാധാരണ പ്രസവമാണെങ്കിൽ ഇവിടെ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് ഇവിടെയുള്ള നഴ്സുമാർ പറയുന്നത്. कैसे चलते हैं? डेली यहाँ पे रेगुलर ओपीडी चलता है और डिलीवरी डिलीवरी भी चलता है. हाँ, डिलीवरी नॉर्मल डिलीवरी, जनरल डिलीवरी होता है यहाँ पे नॉर्मल. कौन संभालेगा? ये नर्स संभालेगा. हाँ, डिलीवरी रूम ANM है. बाकी दवाई के लिए हम स्टाफ नर्स यहाँ पे पोस्टेड. आप सीनियर नर्स? हाँ. दवाई आप देता है? हाँ. ये यहाँ से बड़ा हॉस्पिटल डॉक्टर के देखने तो कितने दूर जाना है? समथिंग 30 किलोमीटर के आसपास है यहाँ से. 30 किलोमीटर दूर है रोटा. CSC है वहाँ पे. ഇവിടെ മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സീനിയർ നഴ്സാണ്. അദ്ദേഹം ഒരു MBBS ഒന്നും പഠിച്ച ആളല്ല. പക്ഷേ അദ്ദേഹമാണ് ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ബീഹാറിലെ ഒരു സ്ഥിതിയാണിത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. ആളുകൾ ഇതൊക്കെ വോട്ടിലൂടെ അവരുടെ വികാരം പ്രകടിപ്പിക്കുമോ എന്നിനി കണ്ടറിയണം. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ ബീഹാർ. എന്താ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആശുപത്രിയാണ്, അവിടെ MBBS ഉള്ള ഒരു ഡോക്ടർ ഇല്ല, സീനിയർ നേഴ്സാണ് മരുന്ന് കൊടുക്കുന്നത്. അവിടുത്തെ ലേബർ റൂം കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രേത ഭവനം പോലെയുണ്ട് എന്നുള്ളതാണ്. ഭാർഗവി നിലയം എന്നൊക്കെ പേരിടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രികളൊക്കെ നോക്കിക്കേ. പല ആശുപത്രികളിലും പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ചികിത്സ കിട്ടുന്ന സംവിധാനങ്ങളൊന്ന് നോക്കിക്കേ. ബീഹാറുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ.